രമേശ് ചെന്നിത്തലയെയും മുൻമന്ത്രി കെ ബാബുവിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് കെ എം മാണിയുടെ തുറന്നു പറച്ചിൽ. ചെന്നിത്തലയ്ക്ക് തന്നോടുള്ള പ്രതികാര മനോഭാവം ഉടലെടുത്തത് മുഖ്യമന്ത്രിയാകാൻ പിന്തുണ നൽകാത്തതിനാലാണെന്ന് കെ എം മാണി വിശദമാക്കുന്നു. ബാർക്കോഴ കേസിൽ കെ ബാബു ജുബ്ബാച്ചേട്ടൻ എന്ന് വിളിച്ചു. തന്നെ നിരന്തരം പരസ്യമായി ആക്രമിച്ചുകൊണ്ടിരുന്ന നേതാവിന്റെ മകളുടെ വിവാഹത്തിന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നടത്തിപ്പുകാരായെന്നും ആത്മകഥയിലുണ്ട്. മാണിക്ക് സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ തിക്താനുഭവം ഉണ്ടായെന്ന് പുസ്തകം പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുന്നണി ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട പരസ്പര വിശ്വാസം തകർന്നതിൻ്റെയും വൈരനിര്യാതനത്തിൻ്റെ വ്യക്തിനിഷ്ഠ സമീപനം ഉയർന്നു വന്നതിൻ്റെയും ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഹൃദയവേദനയെക്കുറിച്ച് വരെ പറയുന്നു. മാണി ജീവിച്ചിരുന്ന കാലത്ത് ഒന്നും പറഞ്ഞിട്ടില്ലെന്നും മാണിയുടെ അഭിപ്രായം തന്നെയാണോ പുസ്തകത്തിലുള്ളതെന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമെന്നും ചെന്നിത്തലയുടെ പ്രതികരണം. പറയാനുള്ളത് പുസ്തകത്തിൽ എഴുതുമെന്നും ചെന്നിത്തല. എനിക്ക് പറയാനുള്ളതല്ല, ഒരു പുസ്തക രൂപത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. നിയമസഭയിലെ പുസ്തക പ്രകാശന ചടങ്ങിൽ UDF-ൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമായിരുന്നു ക്ഷണം. കെ എം മാണി ഒരു പുസ്തകത്തിൽ ഒതുക്കാനാകില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഈ പതിറ്റാണ്ടുകൾ നീണ്ട ജീവിതയാത്രയിൽ ഒരുപക്ഷെ ഒരേ മുന്നണിയിലിരുന്ന് എല്ലാത്തിനും സാക്ഷിയായി അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ അനുഭവമുള്ള ഒരാൾ ഈ വേദിയിൽ ഞാനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ. മാതൃഭൂമിയും കെ എം മാണിയും തമ്മിലുള്ള ആത്മബന്ധം വിവരിച്ച MV ശ്രേയാംസ് കുമാർ. ജോസ് പറഞ്ഞു, അച്ഛനോട് മാണി സാർ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാതൃഭൂമിനെ പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞു. അച്ഛൻ മരിച്ചു, ജോസ് എന്നോട് സംസാരിച്ചു. ഈ ചുമതല ഞാൻ എൻ്റെ മകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവളാണ് ഈ പുസ്തകം. 3 തലമുറ ഒരു പിതാവും ഞാനും എൻ്റെ മകളും 3 ആളും കൂടി ഇറക്കിയ പുസ്തകം. അന്തരിച്ച കോൺഗ്രസ് നേതാവ് G കാർത്തികേയനെതിരെ മാണി എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.